കല്യാണം കഴിഞ്ഞ ഒരു മാസം കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് സുഖമില്ലാണ്ട്. അപ്പം ഞാൻ നല്ല മരുമകളാകാൻ വേണ്ടിയിട്ട് അമ്മേനോട് പറഞ്ഞു, അമ്മ പോയി കിടന്നോ, ഞാൻ അടുക്കളയിലെ പണിയൊക്കെ എടുത്തോളാം. അന്നാണ് ഞങ്ങളെ വീട്ടിൽ ഒരുപാട് കടുക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു 8-9 വർഷം മുന്നത്തെ കഥ കേട്ടോ. അന്ന് എൻ്റെ കയ്യിൽ ഫോണൊന്നുമില്ല. ഇനി ഫോണില്ലാത്തതിൻ്റെ കഥ വേറെ ഉണ്ട്. എനിക്ക് കൂട്ടിനായിട്ട് ഇവിടുത്തെ അനിയനും കൂടി ഇനി അടുക്കളയിലുണ്ടായിനി. ഓ മെയിനായിട്ട് എൻ്റെ സഹായിയായിരുന്നു. ഞാനായിരുന്നു മാസ്റ്റർ ഷെഫ്. അങ്ങനെ ഞങ്ങൾ കടുക്ക ഫ്രൈ ആയിരുന്നു പ്ലാൻ ചെയ്തത്. ഞാൻ കടുക്കൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി കൊടുക്കും. അവനായിരുന്നു അത് ഫ്രൈ ചെയ്യുന്ന ആൾ. ഓ നല്ലോണം തീ കത്തിച്ച് എന്നോട് ചോദിച്ചു, നല്ലോണം കത്തിക്കണ്ടേ? എനിക്കറിയുന്ന പോലെ അതേ നല്ലോണം കത്തിക്കണം. അങ്ങനെ 2 ചിരട്ടൊക്കെ ഇട്ട് നല്ലപോലെ അങ്ങോട്ട് കത്തിച്ച് കടുക്കൊക്കെ കരിക്കട്ട പോലെ ആക്കിയിട്ടുണ്ടായിരുന്നു. വെള്ളത്തിലിട്ട് കഴുകിയിട്ട് ഒരു കരി വെള്ളമായിരുന്നു വന്നുകൊണ്ടിരുന്നത്. കഴിക്കാൻ നേരത്തെ എല്ലാവരും വന്നിരുന്നപ്പോൾ കറക്റ്റ് ഉണക്കമുന്തിരി പോലെ കിടക്കുന്ന കടുക്ക ഫ്രൈ. അങ്ങനെ അന്നത്തോടെ ഞാൻ ഓനെ കൂട്ടുപിടിച്ചുള്ള കുക്കിംഗ് അവിടെ നിർത്തി. പിന്നെ ഇതൊന്നും ഞാൻ തള്ളി മറിക്കുന്ന കഥയല്ല കേട്ടോ, ഞങ്ങളെ ലൈഫിൽ ശരിക്കും നടന്ന കഥയാണ്. ഉലുവേതാന്നറിയാത്ത ഞാനിപ്പോൾ ഇന്ന് മാസ്റ്റർ ഷെഫായി മാറിയിട്ടുണ്ട്. 8-9 വർഷങ്ങൾക്ക് ഇപ്പുറം ഞാൻ ഉണ്ടാക്കുന്ന ഫുഡൊക്കെ എല്ലാവരും നന്നെന്ന് പറയുമ്പോൾ സന്തോഷമാണ്.